മോർണിംഗ് ഓൾ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയ ആൻ്റണി വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്കാണ്. നല്ല തണവാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് തണവ് കൂടുതലാണ്. ഇന്നലെ പോയ ആൾക്കാരൊക്കെ പറഞ്ഞാൽ നല്ല മഞ്ഞുവീഴ്ചയാണ്, ഫേസ് 2ലേക്ക് ഒന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഫേസ് 2 എടുത്തിട്ടില്ല കൊച്ചൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഇനി ഗുൽമർഗിലത്തെ കാഴ്ചകൾ കാണാം. ബായ്. ഗുൽമർഗിലേക്ക് നമ്മൾ 9 മണിയാകുമ്പോഴേക്കും എത്തണം. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഒരു 7 മണിയായപ്പോൾ നമ്മൾ പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ വഴിയിലത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. നമ്മളിവിടെ എത്തുമ്പോൾ ബൂട്ടും അതുപോലെ ജാക്കറ്റൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ റെൻറ്റിന് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയ മഞ്ഞിലൊക്കെ കളിക്കണമെങ്കിൽ വാട്ടർ പ്രൂഫ് ഉള്ളതാണ് കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ ഈ ഹെയർ പിൻസൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഗുൽമർഗ് എത്തി. ഗുൽമർഗിൽ വന്ന കേബിൾ കാർ ഗണ്ടോളിയാണ് നമ്മൾ എന്തായാലും പോകേണ്ട ഒരു സാധനം. അത് പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെ ഗുൽമർഗിലെത്തി. ഞാൻ മാത്രമേ ഉള്ളൂ, പ്രിയം കൊച്ചുമില്ല. കൊച്ചിനെ മാസത്തിന്റെ ചെറുതായിട്ട് ഛർദിയും കാര്യങ്ങളൊക്കെ, പിന്നെ വേറെ റിസ്ക് എടുക്കണ്ടല്ലോ. എനിക്ക് പോകാൻ വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് എത്തണം എന്നുള്ളത്. അപ്പൊ പിന്നെ എന്തായാലും അവള് പറഞ്ഞു അവള് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഗുൽമർഗ് എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചിട്ട് ഞാൻ മടക്കം പോകുന്നതാണ്. ഞാൻ പിന്നെ ഇവിടെ എന്താ പറയാ സ്കേറ്റിംഗ് ഉണ്ട്, ഇവിടെ എന്താ പറയാ സ്ലെഡ്ജിങ് ഉണ്ട്, സ്നോ ബൈക്ക്, അതെല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ എൻജോയ് ചെയ്യാൻ നീക്കണില്ല, അത് വീഡിയോസിൽ നിങ്ങൾക്ക് കാണിക്കാം. ഗുൽമർഗ് കാണുമ്പോൾ ഒരു സിനിമ ലൊക്കേഷൻ പോലെ തോന്നുന്നില്ലേ? മഞ്ഞൊക്കെ ഫുള്ളായി പെയ്ത് കിടക്കുന്നത് നോക്കിയേ. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഹയസ്റ്റ് കേബിൾ കാറുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോഴേ അടിപൊളി വ്യൂ തന്നെയാട്ടാ. ലിറ്ററലി എന്താ പറയാ, ക്ലൗഡ് ഇടയ്ക്ക് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇവിടെ ഒന്ന് നിശബ്ദമായി നിന്നാൽ തന്നെ മൈൻഡ് ഫുള്ള് റിലാക്സ് ആകും. നമ്മുടെ തൃശ്ശൂരിലത്തെ ഇപ്പോൾ ചൂടൊക്കെ ഇല്ലേ, അതൊക്കെ കംപ്ലീറ്റ്ലി മറക്കും നമ്മൾ. നല്ല തണവാണ്. നമുക്ക് പ്രിയം കൊച്ചവിടെ അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതങ്ങനെയല്ലേ? നീ പോയാ നീ. അപ്പോ രസമുണ്ട് കേട്ടോ, കാണാൻ കണ്ട തന്നെയാണ്. ഒരു വട്ടെങ്കിലും വൺ ടൈം എന്തായാലും നമ്മൾ കാശ്മീർ വിസിറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. കണ്ടില്ല, എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. നമുക്ക് കുറെ പൈസ ഉണ്ടായാലോ അതിൻ്റെ മാത്രമല്ല, ഭാഗ്യം വേണം. എന്തായാലും ദൈവം സഹായിച്ച് എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റി. അങ്ങനെ ഇപ്പം ഞങ്ങൾ 10,000 അബവ് ഫീറ്റിലാണ് നിൽക്കണേ. ഇപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് ഞങ്ങൾ പോകണില്ല. ഞാൻ സെക്കൻഡ് ഫേസ് ഇനിയും മഞ്ഞ് കൂടും. ഇത് കണ്ടില്ലേ, എങ്കിലും പിന്നിൽ കാണാനുണ്ടാ മൊത്തം ഫോഗും സ്നോ ആണ് ഉള്ളത്. അപ്പം ഇവിടെ നിന്ന് ഒരു നല്ല അടിപൊളി ചൂട് കവ കഴിച്ചിട്ട് കണ്ട ഇവിടുത്തെ കാഴ്ചകളാണ്. ഭയങ്കര മഞ്ഞ, സ്ക്രെഡ്ജിങ് ഉണ്ട്, പിന്നെന്താ സ്കൈയിങ് ഉണ്ട്, പിന്നെന്താ പറയുക കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എനിക്ക് കുറേത്തിന് പേരറിയില്ല. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാം. സത്യം പറഞ്ഞാൽ കാശ്മീർ വന്നത് തന്നെ മഞ്ഞ് കാണാനായിട്ടാണ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. ഗൈസ്, ഒരു തരത്തില് മാത്തുട്ടിനും പ്രിയനെയും കൊണ്ടുവരാണ്ട് നന്നായി. പക്ഷേ അത് എന്താ പറയാ, ക്ലൈമറ്റ് നല്ല തളവാ. അവരെ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കൊച്ചുങ്ങളെ കൊണ്ടുവരുന്നെങ്കിലും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസ് അവർ പോണ പോലെ കണ്ടിട്ട് നമ്മൾ എടുത്ത് ചാടി പോകണതിൽ അർത്ഥമില്ല. നമുക്ക് ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ വന്നാലേ, ആങ്സൈറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കും കുറച്ച് ആങ്സൈറ്റിക്ക് ഉള്ള ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോരാത്തവരിപ്പോൾ അവർ രണ്ടുപേരും അവിടെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട്. നീ ചെയ്യ പോയ അങ്ങനെ വേറെന്താ, അടിപൊളി തന്നെയാണ്. നമുക്ക് വൺ ടൈം എന്തായാലും ഗുൽമർഗ് വിസിറ്റ് ചെയ്യാനാണ്. ഫേസ് 2 പോയാൽ ഇനിയും കാണാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നുള്ള കാണാനുള്ള കാഴ്ച അത്രയ്ക്കും മനോഹരമാണെന്ന് പറഞ്ഞു. പക്ഷെ അത്രയ്ക്കും മനോഹരമാകുമ്പോഴും അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ भाई मैं कवा पिया है, मैं कवा पिया है, बस थैंक्स बहुत अच्छा। मैं एक पिया है, कितना है? बहुत अच्छा है, ज़ाफ़रान है, बादाम भुजी किशमिश काजू। ठीक है, एक दे दो सर. एक मिनट കണ്ട എല്ലാവരും വേസ്റ്റും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഡിസ്പോസിബിൾ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല. വേസ്റ്റ് ഡസ്റ്റ്ബിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ആൾക്കാർ കവിയും ജ്യൂസും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇടുക. ആരും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അതിനുള്ള സംവിധാനവും ഇല്ല. എളുപ്പമല്ലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അഡ്വഞ്ചർ ലവേഴ്സ് ആണെങ്കിൽ ഇവിടെ സീൻ വേറെ ലെവലാണ് കേട്ടോ. സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും സ്ലെഡ്ജിങ്ങും
എന്തും ട്രൈ ചെയ്യാം. ബിഗിനർ ആണെങ്കിലും ഇൻസ്ട്രക്ടർ ഉണ്ട്, ടെൻഷൻ വേണ്ട. പക്ഷേ ഒന്ന് ബാലൻസ് പോയാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, താഴെ വീഴും. ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ നന്നായി ബാർഗെയിൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവും. എൻ്റെ പൊന്നെ ചേച്ചിക്ക് എങ്ങനെയാണ് ഹോസ്റ്റാ സാരി ഒക്കെ എടുത്ത് നിൽക്കണേ സമയം. നമ്മൾ ആ ക്ലൈമറ്റിനോട് ഓക്കെ ചെയ്യുമ്പോൾ പിന്നെ തന്നെ നമ്മുടെ ബോഡി ലെവൽ അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അത്ര തണവ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ സെക്കൻഡ് ഫേസിലൊക്കെ എങ്ങനെയായിരിക്കും അറിയില്ല. ഇവിടത്തൊക്കെ കാഴ്ച നോക്കിയെന്ന് നിങ്ങൾ, എന്ത് ഭംഗിയാ നോക്കി. എന്തായാലും ഇവിടെ എത്തിയതല്ലേ, അപ്പം ഞാൻ ഇവിടുന്ന് അവിടെ ഇനി നടന്നു പോകണ്ടല്ലോ, വേഗത്താനായിട്ട് ഇതിൽ കയറിയിരിക്കാൻ വിചാരിക്കാം. ആ ऐसे ही चलाएगा एक बार. कैसा स्टॉप करेगा अब? ये हम ब्रेक हमारे पास है. ബസ് അങ്ങനെ സ്ലെഡ്ജിങ് ഞാൻ ചെയ്തു കേട്ടോ, കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസാ. പക്ഷേ ഓരോരുത്തർക്ക് അതിലിരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പിന്നിൽ നമ്മൾ വേറെ ഒരാൾ ഇരിക്കണം, നമ്മളല്ല അതിൻ്റെ കൺട്രോള്. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് ഇങ്ങനെ ഹമ്പ് പോലെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം. പ്രായമുള്ള ആൾക്കാർക്ക് അത്ര കംഫർട്ടല്ല. കുഴപ്പമുണ്ടായില്ല, എനിക്ക് റൈഡ് നന്നായിരുന്നു. വിൻ്റർ മാത്രമല്ല കേട്ടോ, സമ്മറിലും സൂപ്പറാണെന്നാണ് കാശ്മീരികൾ പറയണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗ്രീൻ മെഡോസും പൂക്കളും ഫ്രഷ് എയർ, ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വൈബാണെന്നാണ് ഇവർ പറയണേ. പിന്നെ ഗോൾഫ് കളിക്കാൻ പോലും ലോകത്തിലെ ഹയസ്റ്റ് ഗോൾഫ് കോഴ്സ് ഇവിടെ തന്നെയാണ് ഉള്ളത്. ഡിസംബർ മുതൽ മാർച്ച് വരെ പോയാൽ ഫുള്ള് സ്നോ എക്സ്പീരിയൻസ് കിട്ടും. ഞാനിപ്പോൾ പോകുന്നത് മാർച്ച് അവസാനമായിട്ടാണ്. സമ്മർ വൈബ് വേണമെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ പോകണം. പക്ഷെ ജാക്കറ്റ് ഗ്ലൗസൊക്കെ എടുക്കാൻ മറക്കരുതേ. നമ്മളിപ്പോൾ തൃശ്ശൂരിലത്തെ ചൂട് പോലെയാണെന്ന് പ്രതീക്ഷിക്കരുത്. ഇവിടെ ഗുൽമർഗ് വന്ന സെക്കൻഡ് ഫേസിൽ വന്ന എന്തായാലും നമുക്ക് ഈ മഞ്ഞ് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഗുൽമർഗ് ഒരു സ്ഥലമല്ല, ഒരു എക്സ്പീരിയൻസ് ആണേ. വൺസ് ലൈഫിൽ പോയിട്ട് വരണം, പിന്നെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും മാഞ്ഞു പോവില്ല. പ്രിയയ്ക്ക് ഗണ്ടോള റൈഡ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ എത്തിയത്. പക്ഷേ ഇവിടുത്തെ ക്യൂ കാരണം പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ഞങ്ങളുടെ റൂമിലേക്ക് പോവാം. ഓൾറെഡി മാത്തുട്ടും പ്രിയൊക്കെ ടയേർഡാണല്ലോ. ആദ്യത്തെ ടൂറിസ്റ്റാണ് ഇത്രേ ഈ ഗുൽമർഗ് വേഗം കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ച് റിട്ടേൺ എത്തുന്നത്. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ റൂമിലെത്തി ഭക്ഷണം കഴിച്ചപ്പോൾ മാത്തുട്ടും പ്രിയൊക്കെ ഒന്ന് ഉഷാറായി. അങ്ങനെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോവാം. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും അതേ സെയിം സാധനങ്ങളാണ്. ഇവിടെ മാത്രം കാശ്മീരി സ്പെഷ്യൽ കുർത്തീസ് ഉണ്ട്, അത് മാത്രം വെറൈറ്റി ആയിട്ട് കണ്ടേ. ബാക്കി എല്ലായിടത്തും കാണാൻ അതേ സെയിം സാധനങ്ങളാണ് ഇവിടെ. നിന്റെ പ്രിയ ഗുൽമർഗ് പോയിട്ടുള്ള വിശേഷം? ഗുൽമർഗ് പോയപ്പോൾ മത്തിന് ചെറുതായിട്ട് വയ്യായിണ്ട്, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോഷൻ സിക്നസ് ആവും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് റൂമിൽ കയറിയപ്പോൾ ആളോക്കി. അപ്പോൾ അവിടെ ഇതപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനായി. കാരണം ഞാൻ പോകണ്ടെന്ന് വെച്ചു, ആൻ്റണി പോയി. അപ്പോൾ ആൻ്റണിക്കാണെങ്കിൽ എന്നെ കൊണ്ടുപോകണത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആൻ്റണി വേഗം പോയി വന്നു. എന്നിട്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഭയങ്കര ക്രൗഡായി, എനിക്ക് വേഗം തിരിച്ചു വരാൻ പറ്റില്ല എന്ന് തോന്നി. കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ അത് ഡ്രോപ്പ് ചെയ്ത് റൂമിൽ വന്ന് സെറ്റായി. പിള്ളേരൊക്കെ ആയിട്ട് നിങ്ങൾ ഗുൽമർഗ് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പിള്ളേർ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതേപോലെ തന്നെ അവർ തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഓൾറെഡി നമ്മൾ കാറിൽ 1-2 മണിക്കൂർ യാത്രയുണ്ട്, അതുപോലെ തന്നെ ഹെയർ പിൻസും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഞങ്ങളുടെ ഈ ടൂർ പാക്കേജിന് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ നമ്മൾ ഇനി നാളെ യാത്ര ചെയ്യാൻ പോകുന്നത് സോൻമർഗിലേക്കാണ്. അപ്പോൾ സോൻമർഗിൽ പോയിട്ട് വേണം ഇനി മാത്തുട്ടിനും പ്രിയയ്ക്ക് മഞ്ഞ് കാണാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം പ്രിയ ആൻഡ് വ്ലോഗ്. ഞങ്ങളുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.